പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൈലേഷ് ചതിച്ചിരിക്കുകയാണ്. ഒടുവിൽ അഭിഷേകിനെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേകിന്റെ അച്ഛനായ ജയരാമനെ ചെന്ന് കാണുക കൈലേഷ് കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇതോടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് കൈലേഷിനോട് ജയരാമൻ. മകന് മറ്റൊരു വിവാഹം നടന്നു കഴിഞ്ഞു എന്നും അത് ദേവബാലയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ നീ എന്ത് അസംബന്ധമാണ് പറയുന്നത് എന്ന് ചോദിക്കുന്ന ജയരാമൻ അവന്റെ വിവാഹം ഇഷയുമായിട്ടല്ലേ നടക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അത് സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ മകൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, ദേവബാല എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ജയരാമൻ. ഇതോടെ അഭിഷേക് ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവനെ എടുത്തു വളർത്തിയത് ദേവരാജൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അയാളുടെ മകളാണ് ദേവബാല എന്ന് പറഞ്ഞ പെൺകുട്ടി. ആ പെൺകുട്ടിയെയാണ് ഇപ്പോൾ അഭിഷേക് താലി കെട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട് പ്രത്യേകതയായി. അതെന്താണ് കൈലാഷേ, നീ അത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് മറ്റൊന്നുമല്ല, അവൾക്ക് തലയ്ക്ക് ഭ്രാന്താണ്. വയലൻ്റായി എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. അത്രയും ഡേഞ്ചറായ ഒരു പെണ്ണിൻ്റെ കൂടെയാണ് ഇപ്പോൾ വിവാഹം നടന്നിരിക്കുന്നത്. ഈ കാര്യം മറ്റാരും അറിയാതിരിക്കുന്നതിന് വേണ്ടി ഒളിപ്പിച്ചു വെച്ചാണ് ഇപ്പോൾ അവളെ വീട്ടിൽ നിർത്തുന്നത്. ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ കൈലേഷിനെ കുറിച്ച് എന്താണ് സാർ കരുതിയത്? ഞാനത്ര മണ്ടനൊന്നുമല്ല സാർ. കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. അതാണ് കൈലേഷിൻ്റെ ബുദ്ധി. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം റാംമോഹനെ അറിയിക്കണം. റാംമോഹനെ അറിയിക്കുകയാണ് എങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും അങ്ങനെ അഭിഷേകിൻ്റെ അഹങ്കാരത്തിന് ഒരു അറുതി വരും എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ നീ മണ്ടത്തരമൊന്നും കാണിക്കല്ലേ കൈലേഷ്. അവൻ്റെ വിവാഹം മുടങ്ങുകയാണ് എങ്കിൽ നഷ്ടമുണ്ടാകുന്നത് അവന് മാത്രമല്ല എനിക്ക് കൂടിയാണ്. അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ ഞാൻ വിചാരിച്ച കാര്യമൊന്നും നടക്കുകയുമില്ല. നിനക്ക് തരാമെന്ന് പറഞ്ഞ പൈസ ഞാൻ തരാനും പോകുന്നില്ല. അതുകൊണ്ട് പൈസ ലഭിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിൽക്കണം. തൽക്കാലത്തേക്ക് ഈ കാര്യം അറിയില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാം. അങ്ങനെയാണ് എങ്കിൽ മാത്രമാണ് ഇഷയുമായുള്ള വിവാഹം നടക്കുകയുള്ളൂ. അതോടെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഇരട്ടി തുക നൽകാനും ഞാൻ തയ്യാറാകും. ഈ കാര്യം അറിയിച്ചതിനെ തുടർന്ന് തനിക്കും ഉപകാരമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഒടുവിൽ കൈലേഷ്. ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കാനും കൈലേഷ് തീരുമാനമെടുക്കുന്നു. എന്തായാലും ജയരാമൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകുകയും തൽക്കാലത്തേക്ക് ഈ കാര്യം റാംമോഹനെ അറിയിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ തനിക്ക് അഭിഷേകിനെ ഒന്ന് കാണണം. അവൻ തന്നെ കുറേ തവണ പുച്ഛിച്ചതാണ്. ഇപ്രാവശ്യം ഇത് എൻ്റെ സമയമാണ്. എൻ്റെ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയുള്ള സമയം. അത് ഞാൻ കൃത്യമായി വിനിയോഗിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോവുകയാണ് അയാൾ. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുന്ന ജയരാമൻ ഈ ചതിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കൈലേഷ്
ഓഫീസിലേക്ക് തിരികെ എത്തി ചിരിച്ചിരിക്കുകയാണ് അഭിഷേകിനെ കണ്ട്. ഇതോടെ അഭിഷേക് എന്താണ് കൈലേഷ് ഇങ്ങനെ പെരുമാറുന്നത് എന്നറിയാതെ പകച്ചു പോകുന്നു. ഒടുവിൽ കൈലേഷ് മുന്നിലേക്ക് കടന്നു വരികയും കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യവും അങ്ങനെ എന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയാൽ നിനക്ക് തന്നെ കൊള്ളാം എന്ന് വ്യക്തമാക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് കൈലേഷ് പറഞ്ഞത് എന്നറിയാതെ അഭിഷേക് പകച്ചു പോകുന്നു. ഇതേ സമയം സോഹനാകട്ടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചോ എന്ന് ചോദിക്കുകയും എത്രയും പെട്ടെന്ന് അവളെ ഒഴിവാക്കണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. താൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. ആ നാശം പിടിച്ചവൾക്ക് ഒടുക്കത്തെ പ്രണയമാണ് ഇപ്പോൾ എന്നോട്. എത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാവാത്ത ഒരു പൊട്ടിയായി അഭിനയിക്കുന്ന അവളോട് എനിക്കിപ്പോൾ അറപ്പ് മാത്രമാണ് ഉള്ളത്. മാത്രവുമല്ല, ഇന്ന് എനിക്കിപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് അമ്മയാണ്. അമ്മയാണ് എങ്കിൽ അവളുടെ കൂടെ നിന്ന് അവളെ പരിപാലിക്കുകയാണ്. ഇതെനിക്ക് കാണുമ്പോൾ കൊല്ലാനുള്ള ദേഷ്യമാണ് വരുന്നത്. പക്ഷെ എന്തു ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിന്നുപോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, രക്ഷപ്പെട്ടേ മതിയാകൂ. ഈ കാര്യം അറിയിച്ചതിനെ തുടർന്ന് അവിടേക്ക് ഇഷ വരികയാണ്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയും ആരിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത് എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയിൽ നിന്ന് തന്നെ എന്ന സോഹൻ തമാശ രൂപേണ പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഇഷയ്ക്കും തമാശ ഇഷ്ടമാകുന്നു. എന്തായാലും വിവാഹത്തിന് ഇനിയധികം നാളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇഷ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അഭിഷേകിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.